ലൂക്ക 9:23. ലൂക്ക 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. പറ സ്വയം വൃത്തിയായി പിന്നെ പറഞ്ഞോളൂ. അനുദിനം. ദാറ്റ് ഈസ് അതാ അനുദിനം. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് ഇൻ ഫോർട്ട്നൈറ്റ് അല്ല നടക്കത്തില്ല വർക്കൗട്ട്. ഇത് വളരെ സീരിയസാണ്. ഈ കുരിശെന്ന് പറഞ്ഞ സാധനം ഇന്നെടുത്ത് പിന്നെ അടുത്ത ആഴ്ച എടുക്കണമല്ല. ആ അനുദിനം എന്നുള്ള വാക്കാണ് പ്രശ്നം. ഇതിലൊന്നും ഈ നാഥാനിയേൽ ഇതൊന്നും പറ്റത്തില്ല. അയാൾ സിംപ്ലിഫിക്കേഷൻ അലക്കി തേച്ച അയാൾ ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആദ്യം ഡെയിലി ക്രോസ് ഉണ്ടാകണം. ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള സംഭവമാണ്. അന്നു വേണ്ട ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അന്നു വേണ്ട കുരിശ്. ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചങ്കിനൊരു വേദന ഒരു ആധ്യാത്മിക മുദ്ര പോലെയാണ്. ഏതെങ്കിലും ഒരു ദിവസം അല്ല ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തം എന്തിനെങ്കിലും കുറിച്ച് ആരെങ്കിലും തന്ന വിഷയത്തിനെക്കുറിച്ച് ഒരു വേദന മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന്. പിന്നെ നമ്മൾ റിലീവ്ഡായി. മനസ്സിലായില്ലേ? നമ്മളെ റിലീവ്ഡ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക. അല്ലെങ്കിൽ അത് തന്നെ തലയെ കൊണ്ട് നടന്ന് തലഭാരമേറ്റി നടക്കണമല്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചും അവരുണ്ടാക്കിയ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു വേദന. അതാണ് ആസ്തി എന്ന്, ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരി ഓവർ ചെയ്യും. ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യും. ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇപ്പോൾ ഭർത്താവ് വഴി ഉണ്ടാവും. മനുഷ്യന്മാരുടെ വായിലെ നാക്കുകൊണ്ട് അവർക്ക് എന്തും പറയാം, എന്തും നമ്മളോട് ചെയ്യാം. അപ്പം നിങ്ങളോട് സ്വാതന്ത്ര്യമുള്ളവർ കൂടുതൽ അല്ല, നിങ്ങളുടെ മക്കളൊക്കെ നമ്മൾ തന്നെ ഓർക്കും, ഇവനൊക്കെ ഇത്രയും വലുതായിട്ടും ഒരു ബോധം വെച്ചില്ല എന്ന് ഓർക്കും. നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്ന ചില കോപ്പറേറ്റ് തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്ഷീണമായിട്ട് കിടക്കുകയാണ്. അവൻ തിരക്കി പിടിച്ച് വന്ന് ബൈക്കിനെ കാറിനെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി എഴുന്നെടുത്ത് അവിടെയും തിരികെ വെച്ച് ഇവിടെയും തിരികെ വെച്ചിട്ട് അവൻ ഉടനെ പോകും. അമ്മ ചിലപ്പോൾ നടുവ് വെട്ടി കിടക്കിയിരിക്കും. എന്താണ് അമ്മ കിടക്കണമെന്ന് പോലും അവൻ ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞത് ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കർത്താവ് തൻ്റെ ശിഷ്യനെ ഒറ്റക്കാണ് വളർത്തുന്നത്, ആരും കണ്ടിട്ടല്ല വളർത്തുന്നത്. അപ്പം നിങ്ങൾ പറയും അവൻ ജയിക്കാൻ പറയും, അവൻ ഇപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവൻ ആ പെണ്ണ് പറയാണ് കേൾക്കണത്, എന്നെ കേൾക്കണില്ല. അങ്ങനെയൊക്കെ ഡയലോഗ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല, ഒരു കഥയില്ല. അത് നിങ്ങൾ വളരെ തരം താഴ്ന്ന ആധ്യാത്മിക സൂക്ഷിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ചില ചെക്കുകളൊക്കെ വെക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും അതാതിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങളും മതിയെന്ന് ഈശോ പറയത്തില്ലേ? ഇപ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. എല്ലാ ദിവസങ്ങളും അതിൻ്റെ ക്ലേശങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 6:34. മത്തായി 6:34. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അതതിന്റെ ക്ലേശങ്ങൾ ഉണ്ടാകും. ഇൻബിൽട്ടാണ്, എൻ്റെ കൂടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഒരു അസംബിൾഡ് ആക്സസറി അല്ല, അതിനോട് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു ആക്സസറി അല്ല, ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്, എൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്.
ഈ ഓരോ ദിവസം ചിലപ്പോൾ ഭർത്താവിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം. ഞാൻ രാവിലെ കർത്താവുമായിട്ട് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റാളാം, 3 മണിക്ക് എഴുന്നേറ്റാം. അപ്പോൾ ഈശോയോട് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയാണ് സ്വർഗം, സ്വർഗത്തിൽ നീ പറയണ ത്രില്ലുണ്ടാകത്തില്ലെന്ന്. എനിക്ക് ഞാൻ തന്നെ പൊളിച്ചു പോയി, ഇങ്ങനെയൊക്കെ പറയണമെന്ന്. നമ്മുടെ ഈ സ്വർഗം പോയിട്ടല്ലേ ഇയാളെൻ്റെ കൂടെ നടക്കണം. അപ്പം സ്വർഗത്തിൽ ക്ലേശങ്ങളില്ല, അതാണ് പ്രശ്നം. ഇവിടെ മാത്രമേ ക്ലേശങ്ങളുള്ളൂ. ക്ലേശങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരു അവസരമുള്ളത് ഇവിടെയാണ്. അതാണ് ഭൂമിയാണ് സ്വർഗം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൂമിയാണ് നമ്മൾ എർത്ത് ഈസ് അവർ ഹോം എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ ഒരു അവറേഷൻസാണ്, ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ചില സാധനങ്ങളാണ്. എർത്ത് നമ്മുടെ ഹോമൊന്നുമല്ല. നമുക്ക് എർത്ത് നമ്മുടെ ഹോമാണെങ്കിൽ പിന്നെ ഈശോ ഉയർത്തുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് എപ്പോഴും നിത്യത തന്നെ നമ്മുടെ ലക്ഷ്യം. പക്ഷേ വേറെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള പുണ്യമുണ്ട്. ഭൂമിയുടെ ജീവിതത്തിന് നമ്മുടെ ആശാൻ പറഞ്ഞ പോലെ അവനീ വാഴ്വ് കിനാവ് കഷ്ടമൊന്നുമല്ല. അവനിയിലെ വാഴ്വ്, ഭൂമിയിലെ ജീവിതം കിനാവ് കഷ്ടം, സ്വപ്നം പോലെ, അങ്ങനെ സ്വപ്നമൊന്നുമല്ല. ഭൂമിയിലെ ജീവിതം കൊണ്ടാണ് നമ്മൾ കുരിശിനെ കൃപയാക്കി മാറ്റണത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിക്കുന്നൊരു ജീവിത പങ്കാളി നമുക്കതൊരു നേട്ടമാണ്. നിൻ്റെ നന്മകൾ അംഗീകരിക്കാത്ത അയൽവാസി, ഇവരെ കൊണ്ടാണ് നമ്മൾ സ്വർഗം പണിയണത്. നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയത് ഡിലീറ്റായി പോകുന്ന നമ്മുടെ മക്കൾ, ഇത്രയും നാൾ വളർത്തിയെടുത്തില്ലേ നമ്മൾ അറിഞ്ഞ കാലത്തും അറിയാത്ത കാലത്തും വളർത്തിയെടുത്ത അമ്മമാർക്ക് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ മക്കളിൽ നിന്നുണ്ടാകുന്ന ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്ക് വേദനിക്കും. ദാറ്റ് ഇറ്റ്സ്. അപ്പം അങ്ങനെയുള്ള ഈ ഇന്നർ ഫീലിങ്സ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഈ മരിയൻ സോഫ്റ്റ്വെയർ, മരിയൻ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, കുരിശ് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മെറ്റാബോളിസം ഉണ്ടാക്കി അതിലൂടെ കൃപ ജനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടയാൾ അമ്മയാണ്. അമ്മയ്ക്ക് ഹെവി ലോഡായിട്ടൊരു ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അമ്മ ഉടനെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അവരോട് ഇവരോടൊക്കെ വിളിച്ചു പറയത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരമാവധി നിങ്ങൾ മാതാവിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ നോക്കണം. അവനെ വിളിച്ചു പറഞ്ഞു, മരുമകൾ പ്രശ്നം ഉണ്ടാക്കിയ മകളെ വിളിച്ചു പറഞ്ഞു. പലരും പണി മേടിച്ചിരിക്കുന്നത് ഈ മക്കളെ കൊണ്ട് തന്നെയാണ്. കാര്യം മരുമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? മകളെ വിളിച്ച് പറയും. അവൾ താടകയും ശൂർപ്പണകമായിട്ട് ഇങ്ങോട്ട് വരും. ഒരു 1.5 വരവാണ്. അതോടുകൂടി എല്ലാത്തിനും തീരുമാനമാകും. ചവിട്ടിക്കൂട്ടും മരുമകളുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് ആദ്യം പായ്ച്ചുകളെ അവിടെ. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാക്കണ എന്താണ്? ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി നിലനിൽക്കത്തില്ല, അതുകൊണ്ടാണ് നിൽക്കത്തില്ല. അതാണ് സംഭവം. ഐസ് കട്ട പെയിൻ്റ് അടിക്കണ പോലെ ഇരിക്കും. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അതാണ് സാധനം. ഈ വിഷയത്തെയാണ് എടുത്തിട്ട് നമ്മൾ മാതാവിനെ പോലെ വിഷയങ്ങളുണ്ടാകും. കർത്താവിനെക്കുറിച്ച്, കർത്താവ് എന്താ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ഓരോരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? ക്ലേശങ്ങൾ ഉണ്ടാവും, ഉണ്ടാവേണ്ടതാണെന്നല്ലേ. ലോകത്ത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകാരൂപി നമ്മളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവർ നമ്മെ കൊച്ചാക്കി, ഇവർ നമ്മെ ചെറുതാക്കി എന്നൊക്കെ പറയത്തില്ലേ? അതായത് ദൈവം അവരിലൂടെ നമ്മളെ ഞെരുക്കി എന്ന് വേണേൽ കരുതുന്നത് തെറ്റില്ല. അവർക്ക് പിശാചാണെന്നുള്ള നമ്മൾ പറയണത് അതല്ല ശരി. നമ്മളെ ഞെരുക്കുന്നതിലും ഞെരുക്കി കുരിശിനെ കൃപയാക്കുന്നതിലും ദൈവത്തിനൊരു പങ്കുണ്ട്. അതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് മനുഷ്യരെ. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടി വരും. ചില കാര്യങ്ങളെ വിട്ടുകളയേണ്ടി വരും.
കർത്താവ് അങ്ങനെ ലീവ് ഇറ്റ് എസൈഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് പല കാര്യങ്ങളും വിട്ടുകളാണ് നല്ലത്. കർത്താവിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വർഗ്ഗം ഉണ്ടായിരുന്നു. ആരാണ്? ഫാരിസീസ്. കർത്താവ് എവിടെ നടക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ കർത്താവിനെ കൊടുക്കാമെന്നും പറഞ്ഞ് നടന്ന ആൾക്കാരുടെ നിയമജ്ഞർ. അത് എല്ലാ ദിവസവും ഇവർ പുറകെ ഉണ്ടാകും, രഹസ്യ പോലീസ് പോലെ. അതുകൊണ്ടാണ് കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. എപ്പോഴും കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. സാബത്ത് ദിവസം ഈ കക്ഷി പത്രോസ് അന്യൻ്റെ വയലിൽ നിന്ന് ഗോതമ്പ് കട്ട് കയ്യിലിട്ട് തിരുമ്പി തിന്നില്ലേ? ആ സമയത്ത് പരിസരം പിടിച്ചല്ല, കൈയോടെ പിടിച്ച്. അപ്പോൾ ഇതാണ് സാബത്ത് ലംഘിക്കുന്ന പരിപാടിയാണല്ലേ. മോസസിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. പിന്നെ നീ എന്നാ സുവിശേഷത്തോടെ പറയണം, നീ കള്ളപ്രവാചകരാണെന്ന് ഉടനെ കർത്താവിനെ അവർ ബ്രാൻഡ് ചെയ്ത്. അപ്പോൾ പത്രോസ് വിചാരിച്ച് ഇപ്പം തന്നെ ഈശോ എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഡിസ്മിസ് ചെയ്തില്ല, പത്രോസിൻ്റെ കൂടെ കൂടി. എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, അവൻ തിന്നട്ടെ, അവന് വിശന്നിട്ടല്ലേ. ദാവീദും അനുചരന്മാരൊക്കെ വിശന്നപ്പോൾ എന്താ ചെയ്തത്? ദേവാലയത്തിൽ പോയി. അപ്പോൾ ഈശോ അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, കണ്ടല്ലേ? ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഈശോനെ ഒരിക്കൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോകത്തില്ല. പ്രിസലാണ്. അതാണ് ഈശോ പറയണത്. ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാവും, നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഈശോ എന്താ പറയണത്? ലീവ് ഇറ്റ് എസൈഡ്. അവരെ വിട്ടേക്കാൻ പറയും. പിന്നെ അവരുടെ ചോദ്യമുണ്ടാക്കരുത് നിങ്ങൾ. അതാണ് അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. കണ്ട ആ വാക്ക് കണ്ട. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 15:14. മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അവർ അന്തരെ നയിക്കുന്ന അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇരുവരും കുഴിയിൽ വീഴും. അവരെ വിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കുഴി വീഴുമെന്നായി പറയണത്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരണവരും അവർ നമ്മളെ ചോദ്യം ഉണ്ടാക്കി. ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്കറിയാമില്ല, എനിക്ക് വേണത് ഒരു 170ഓളം വീഡിയോ എനിക്കും കൃപാസനത്തിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലേ? ഇത്രയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയോ ഞാൻ അവരോട് സംസാരിക്കുകയോ ഈ ആൾക്കാരെ തിരക്കിപ്പോയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കും. കർത്താവിൻ്റെ നിലപാടുണ്ട് നമുക്കിത് ഈ കാര്യത്തിൽ. ഈശോ യൂദാസിനോട് പറഞ്ഞില്ലേ, എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അത് ജീവിതത്തിൻ്റെ ഒരു സമീപനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 26:24. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവനു ദുരിതം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വചനം വെച്ചാൽ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്നിട്ടാണ് പറയണത്. അപ്പം നമ്മൾക്കെതിരെ ഉപജാപങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങളുടെ സ്ഥലം എടുപ്പിനായാലും കൊടുപ്പിനായാലും നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതായാലും വീട്ടു നമ്പർ കിട്ടാനായാലും കിട്ടാതിരിക്കാനായാലും നിങ്ങളുടെ വിസ പുതുക്കാനായാലും പുതുക്കാതിരിക്കാനായാലും എപ്പോഴും ഒരു പ്രതിലോമ ശക്തി ഉണ്ടാകണം. നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് എപ്പോഴും ഒരു ശത്രുപക്ഷം ഉണ്ടാകണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന രണ്ട് തരത്തിൽ നമ്മളതിനെ വർക്ക് ചെയ്യുക. ഒന്ന്, ഇവരെ നമ്മൾ ലീവ് ചെയ്തിട്ട് മനുഷ്യപുത്രൻ നമ്മളോട് പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു. അതാണ് നമ്മളെന്താ ചെയ്യണത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അപ്പം എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഒരു നോമാണതാണ്, നമ്മുടെ നോമതാണ്. പല പല വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. ആ ഉടമ്പടിയും നമ്മൾ വ്യതിചലിക്കരുത്. കാര്യം ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, ദിവസേന എന്ന് ഈശോ പറഞ്ഞത് എന്താണ്? ആഴ്ചതോറും നിങ്ങളുടെ കുരിശുവെടുത്തിന് വരാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദിവസേന എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഗ്യാപ്പ് വരാതിരിക്കാനാണ് ദിവസേന എന്ന് പറഞ്ഞത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് വിശ്വസ്തതയെ ബാധിക്കും. ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകത്തെ 2:10 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വെളിപാട് 2:10. വെളിപാട് ലാസ്റ്റ് ആണ് ഇവിടെ 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഇതെല്ലാം ബൈബിളിലെ ലാസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനത്തെ ജഡ്ജ്മെൻറ്റുകളാണ് പറയണത്. എന്താണ് വിശ്വസ്തനായിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴവരെയാണ്? അതാണ് അപ് ടു ദി ഡെത്ത്, അൺ ടു ഡെത്ത്, ഫിഡേലിറ്റി അൺ ടു ഡെത്ത്. അപ്പോൾ ഈ ഫിഡേലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. ഉടമ്പടിയുടെ ചില ഉടമ്പടികളൊക്കെ ഉടഞ്ഞു പോകുന്നത് ചിന്നുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഇടയ്ക്ക് വന്നിരിക്കുന്ന ഗ്യാപ്പുകളാണ്. ചില കാലങ്ങളിൽ നിങ്ങൾക്ക് അപഭ്രംശം ഉണ്ടാവുകയും അവിശ്വസ്തത കാണിക്കുകയും ചെയ്യും ദൈവത്തോട്. അതെപ്പോഴും സംഭവിക്കുന്ന ക്ലേശകാലത്തായിരിക്കും. ചിലർക്ക് വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് അറിയാവോ? അത് ഈ വിശ്വസ്തതയ്ക്ക് വരുന്ന ഒരു ചിലർക്ക് വരുന്ന അബദ്ധമുണ്ട്. ഉടമ്പടിയിൽ അനുഗ്രഹാനന്തര കാലം ഇല്ലേ? അതായത് നമ്മൾ ഉടമ്പടിയിൽ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നീടുണ്ടാകുന്ന നമ്മുടെ ഇടപാടുകളില്ലേ, അതാണ് വില്ലനായിട്ട് വർക്കൗട്ട് ചെയ്യണത്. അനുഗ്രഹാനന്തര കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേടാനുള്ള എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തന്നെ അശ്വതിയുടെ കാര്യം എന്താണ്? അശ്വതി എന്നെ കാണാൻ വന്നു. എന്തിനാണ് വന്നത് എന്തിനാണ്? അവർക്ക് നഷ്ടപ്പെട്ട കാശ്, ആ കൂട്ടിപ്പോയ ഏജൻസിയിൽ നിന്ന് കയ്യിൽ നിന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവള് പാസ്പോർട്ടിൻ്റെ തന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തത് കൊടുത്ത് തിരിച്ചു വന്ന് അശ്വതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ എന്നാണ്. അപ്പോൾ ആ ചാപ്റ്റർ അവിടെ ഫയൽ അവൾ സ്വന്തമായിട്ട് ക്ലോസ് ചെയ്ത് തരുന്നത്. കർത്താവിൻ്റെ കയ്യിൽ അത് ക്ലോസ് ആകാത്ത ഫയലാണ്. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് ഈ വിഷയം ഈ പാസ്പോർട്ട് ഒന്ന് തൊട്ടപ്പോൾ തന്നെ പറഞ്ഞു അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നീ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? അപ്പോൾ ഉടനെ പറഞ്ഞു പോണാച്ചാ, പക്ഷെ ഉള്ള കാശ് കൂടി ഇപ്പം കണ്ടവൻ്റെ കയ്യിലാണ്, അതുപോലെ കിട്ടാൻ മാർഗമില്ല എന്ന് പറയും. വീണ്ടും പാസ്പോർട്ട് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അതാ വിഷയം. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ അത്തറിയുന്നൊരു വെർഡിക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കണം. ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നിങ്ങൾ എന്ത് കേൾക്കുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ലൂക്ക 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അപ്പോൾ ഈ കർത്താവിൻ്റെ വചനത്തിൽ ഉള്ള സംഭവവും ചില ആൾക്കാർ അത് തന്നെ വായിക്കും, ചിലർ അവരുടെ രീതി വേറെ വായിക്കും. അതാണ് വിഷയം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനവും ഇപ്പോൾ അവളോട് അക്ഷിതോട് ഞാൻ പറഞ്ഞു, നീ പോകാനിരിക്കുന്ന സ്ഥലത്തേക്ക്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് ഇനി അത് ഫയൽ ക്ലോസ് ആയാലും ഇവിടെ ഫയൽ ഓണാണ്, ഇപ്പോഴും ഓപ്പണാണ്, അതുകൊണ്ട് ആ വിഷയം ഇനി വർക്കൗട്ട് ചെയ്യുമെന്ന് ഈശോ പറഞ്ഞെന്ന് പറയും. അപ്പോൾ പക്ഷെ അത് വിശ്വസിച്ചവൾ അവത് പൂർണ്ണമായിട്ട് ചിലരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞാണെന്ന് വിചാരിക്കും. അതാണ് ആൾക്കാരുടെ ലെവൽ, വിശ്വാസ ലെവലിൻ്റെ ഒരു പ്രശ്നം. ചിലർക്ക് റിസെപ്റ്റിബിലിറ്റി കുറവാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴും അയ്യോ വണ്ടി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അത്രയുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് കർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടും. നിങ്ങൾ ഈ മാവേലി സ്റ്റോറിലല്ല വന്നിരിക്കണത്, അതാണ് പ്രശ്നം. അപ്പോൾ തന്നെ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞാൽ വാച്ചോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫയൽ ക്ലോസ് ആണേ. പിന്നെ ഇവിടെ വന്നിട്ടും കാര്യമില്ല, ചിലത് വന്നിട്ടും കാര്യമില്ല. ഞാൻ എല്ലാം ചുട്ടിക്കൂട്ടി നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടും ആ വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ കാര്യം? അവർ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എങ്ങനെ എത്രയും വേഗം അവർക്ക് വീട്ടിലെത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. മറിച്ച് അതെപ്പോഴും നമ്മൾ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ
എപ്പോഴും നിങ്ങളെ ബാധിക്കും, ഗുരുതരമായിട്ട് ബാധിക്കും. എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും വരുമ്പോഴും ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിലാണ് ആ ഫയലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിഷയം പ്രോസസ്സിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പറയണം, എൻ്റെ കൂട്ടുകാരത്തെ കൂടി സ്വിറ്റ്സർലൻഡിൽ വന്നാൽ നല്ലതായിരുന്നെന്ന് പറയും. അവൾ വന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുമില്ല. അത് ദൈവത്തെ അറിയാമെങ്കിൽ ഈ ഫയൽ ദൈവം വെട്ടിക്കളയും. അതാണ് വിഷയം. കാര്യം ഈ കൂട്ടുകാരത്തെ ആളുടെ ഇടപാടുകളും ബന്ധമൊക്കെ എത്രകാലം നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ ഇപ്പോൾ ഒരു വൈകാരികമായ അടിമയായിട്ട് ജീവിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അടിമയായ ആൾക്കാരെ ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും വലിയ പ്രശ്നം ദൈവദൃശ്യന് വരുമ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ വ്യക്തികളുടെ അടിമയാണോ നീ എന്ന് ഓർക്കണം. അത് തന്നെയല്ല, അതിനെല്ലാം കൂടി ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലിഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അത് ദൈവാരൂപി തന്നെ ആയിരിക്കണം, അല്ല ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ഒന്നും ആയിരിക്കരുത്. ഇപ്പോൾ ആൻറ്റിയുടെ മകള് സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ട് നിങ്ങളും കെട്ടിയെടുത്ത് പോകാനാണെങ്കിൽ അത് മത്സരമാണ്, ലോകാരൂപിയാണ്. നിങ്ങളെ ലൈനടിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ പറമ്പ് എല്ലാം കടത്തിലാക്കി നിങ്ങൾ ഒരു ജോലി ഒപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നാത്തുവിനിട്ടൊരു പണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവളെങ്ങനെ ജീവിക്കുമെന്ന് നോക്കട്ടെ. അപ്പനെ കയ്യിലെടുക്കുവൾ കയ്യിലെടുത്തിട്ട് അപ്പനെ ചൊറുകയും മാന്തിയും ഒക്കെ വശത്താക്കിയിട്ട് അവൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി വീടും പുരയുടെ ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ ലോൺ എടുത്ത് അവൾ കാനഡയിൽ പോവുകയും ചെയ്യും. അവിടെ പോയി വെച്ചും അവൾ ലൈനടിച്ച പയ്യനുമായിട്ട് അവൾ ജീവിക്കുകയും ചെയ്യും. 5 പൈസ ലോൺ അടക്കത്തുമില്ല. അപ്പം നാത്തിനും ആങ്ങളെയും പരുവക്കേടാവും. ഇതാണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നതെന്ന്. ഇത് നശിപ്പിക്കാനില്ല ആങ്ങളുടെ ജീവിതം. ഇപ്പം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാലും മതി. അപ്പം ആ ഒരു വകുപ്പിലാണ് അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ടാകും. ചിലപ്പോൾ പല നിയോഗങ്ങളുടെയും പ്രശ്നം നനഞ്ഞ നിയോഗങ്ങളാണ്. ഇന്നത്തെ അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ട്. കർത്താവ് ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പല ആൾക്കാരും അവിടെ തന്നെ ശിക്ഷാവിധി പാനം ചെയ്യുന്നുണ്ട് ഉടമ്പടി വെച്ചുകൊണ്ട്. Take the word of God. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് ഒരു എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളാണ്. എന്താണ്? അവരുടെ കയ്യിരിപ്പ് കാരണം അവരുടെ ശിക്ഷാവിധി തന്നെയാണ് അവർ പാലനം ചെയ്യണത്. എൻ്റെ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. ചില ആൾക്കാർ ഒന്ന് ചെയ്താലും ഗതി പിടിക്കത്തില്ല. എല്ലാ കാര്യം വളഞ്ഞ വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നേരെ തൊടുന്നതിന് ശരി അവരിങ്ങനെ തൊടത്തുള്ളൂ. ഗേറ്റ് തുറന്ന് കിടന്നാലും ശരി മധുരം ചടിയെ കയറത്തുള്ളൂ. അതവരെ പഠിച്ചുപോയി. ഈ കുരുഷ്ട പരിപാടിയും കൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു കുനിഷ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ വരുമ്പോൾ തന്നെ യോഹന്നാൻ പറയും, ആദ്യമേ തന്നെ ഈശോയാണ് ഹൃദയത്തിലേക്ക് സംഭവിക്കണമെങ്കിൽ വളഞ്ഞവ ഋജുവാക്കേണ്ടി വരും. ലൂക്കാ 3:4-5 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. പരിവരുത്തവ മൃദുവാക്കപ്പെടും, പരിവരുത്തവ മൃദുവാക്കപ്പെടും. ഇത്രയും കാര്യം ലൈഫിൽ സെറ്റായാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. അതുകൊണ്ട് ലൂക്ക 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഒന്നൊരു വായിച്ചേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. പരിവരുത്തവ മൃദുവാക്കപ്പെടും, മൃദുത്വമാണ് ശരിക്കും സ്റ്റാൻഡേർഡ് നോം എന്ന് പറയണത്. കൃപ പ്രവർത്തിക്കാൻ പറ്റിയ മനസ്സിലായില്ലേ? മൃദുത്വമില്ലേ?
അതാണ് ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയുന്നത്. നിങ്ങളുടെ എടുത്തുചാട്ടക്കാരും മുൻകോപികളൊക്കെ ആണെങ്കിൽ മൃദുഭാവം കൈവരിക്കേണ്ടി വരും. അല്ല, ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. നിങ്ങൾ എടുത്തുചാട്ടക്കാരും മുൻകോപികളും ആണെങ്കിൽ പതുക്കെ, പരവെപ്പുകാരും സൂചിവെപ്പുകാരും ആണെങ്കിൽ, കണ്ടവൻ്റെ അന്നം മുടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ താഴ്വരകളെല്ലാം നിവർത്തപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ഇതിന് നമ്മളൊരു ഓപ്പൺ ടു ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടൊരു തുറവുകയാണ്. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ആ ചെയ്യണ കാര്യങ്ങൾ ദൈവം അംഗീകരിക്കണം. അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ വചനം സ്വീകരിക്കുന്ന ആ മോഡിൽ തന്നെ വേണം അത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തൊട്ടങ്ങുമ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കുക എന്നതിന് മുമ്പ് പറഞ്ഞ അനുദപിക്കുക എന്ന് പറയും. അതാണ് അല്ലേ? സുവിശേഷത്തെ വിശ്വസിക്കണ മുമ്പ് തന്നെ ഈശോ എന്ത് പറയും? അനുദപിക്കുക. 1:15 അടുത്ത് മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം ആദ്യം. അത് ഇതുപോലെയുള്ള മൃദുഭാവങ്ങൾ കൈവരിക്കണം. ഒറ്റ ധ്യാനം കൊണ്ട് ശരിയാകണം. അല്ലാതെ ഒരാഴ്ച എടുക്കുന്ന ധ്യാനത്തിൻ്റെ കാലം കഴിയുകയാണ് ശരിക്കും. അതിനുശേഷമുള്ള കർത്താവ് ഉടമ്പടി തന്നത് അല്ലേ? ആ ഒരു കാലം കഴിയുമ്പോഴും ഇപ്പോൾ ഉടമ്പടിയുടെ കാലമാണ്. ഓരോന്നിനും ഓരോ കാലമല്ലേ? ഉടമ്പടി എടുത്ത് മനുഷ്യനെ ഉടമ്പടി പ്രകാരം ജീവിക്കുക. അപ്പം ജീവിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ, ഇപ്പം അശ്വതിയുടെ കാര്യം എന്താ പറയണത്? അശ്വതി പറഞ്ഞു പോലെ തന്നെ അവൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ അവൾക്ക് സെറ്റ്, 1 മാസത്തിനുള്ളിൽ നീ പോകേണ്ട സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടി വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 1 മാസത്തിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ആകും. അപ്പോൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാവും. എന്താ കാര്യം? ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടില്ല. മലയാളം മീഡിയമാണ് ആൾ. ഇംഗ്ലീഷ് കേട്ടാൽ പോലും അവിടെ ഫൊണറ്റിക്സും പ്രൊനൗൺസിയേഷനും ഒന്നും ക്യാച്ച് ചെയ്യത്തില്ല. കാരണം പല പ്രശ്നങ്ങളാണ്. നമുക്ക് പല പ്രശ്നങ്ങളേ ഉള്ളൂ. കർത്താവിന് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണെന്നും അത്. നമുക്ക് പല പ്രശ്നമാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് അവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് പല പ്രശ്നമാണ്. കർത്താവിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? മെറിറ്റുകൾ അവസാനിക്കുന്നിടത്ത് നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഉടമ്പടി അന്വേഷിക്കുന്നത് ഗ്രേസ് നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നിനക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല. അതൊക്കെ മെറിറ്റിൻ്റെ സബ്ജക്റ്റാണ്. ഉടമ്പടി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയുടെ അനുധാരികളും ഡിമാൻഡ്സുകളും നോക്കിയിട്ട് കൃപ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് എറൈസ് നമ്മൾ ക്രമീകരിച്ചെടുക്കണം. കൃപ വർദ്ധിക്കാൻ പറ്റിയ ഇതൊന്നും അറിയാതെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കമ്പൽസറി ആയിട്ട് നിങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടണമെന്ന് പറയണം. ഇപ്പം ധ്യാനം ഇപ്പം ഇതിൻ്റെ അകത്ത് വന്ന് ഉടമ്പടി എന്തുമാത്രം മനുഷ്യ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ചൊവ്വാഴ്ച ധ്യാനം കൂടത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛനെ കാണാനൊക്കെ വരികയല്ലേ. അപ്പോൾ എനിക്ക് ഈ ആളെ കാണുമ്പോൾ ഡൗട്ട് തോന്നുകയാണെങ്കിൽ പറയും, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അയ്യോ അച്ഛാ, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് നോക്കാനിരിക്കണേ ഉള്ളൂ. ശരി, കുഴപ്പമില്ല. അതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളെ അത് കേൾക്കണില്ല, തീർന്നില്ല പരിപാടി. ദാറ്റ് ഈസ് നോൺസെൻസ്. അവൾ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. പിന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കാൻ വരികയാണ്. അതുകൊണ്ട് നീ ഇവിടെ കാൽ കുത്തണമെമ്പോൾ തന്നെ കർത്താവിന് വരും, പിശാച് വരുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയും, എന്നോട് പറയും. അപ്പോൾ തീരുമാനമായില്ലേ? വല്ല കാര്യമുണ്ട്? എൻ്റെ ആവശ്യമുണ്ട്? എന്താ കാര്യം? നിങ്ങൾ ദൈവത്തോട് ചെയ്ത വിശ്വസ്തരല്ല. ഇവിടുത്തെ ബൈബിൾ അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ഫിഡേൽ അൺടു ദി ഡെത്ത്, അൺടിൽ ഡെത്ത്. എന്താണ്? മരണം വരെ വിശ്വസ്തനായിരിക്കുക. നിങ്ങൾ നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ നിങ്ങൾ കാപട്യമില്ലാത്ത ആളാണോ എന്നല്ല പ്രശ്നം. നിങ്ങൾക്ക് ഫിഡേലിറ്റി ഉണ്ടോ ദൈവത്തോട്? ഫിഡേലിറ്റി ഉണ്ടെങ്കിൽ വിശ്വസ്തത, ഉടമ്പടിയുടെ മുഖമുദ്ര ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ്. എന്താണത്? ഉടമ്പടി നിങ്ങൾ കേവല വിശ്വാസികളിൽ നിന്ന് ഒരു ഡിസൈപ്പിളിൻ്റെ റെലത്തിലേക്ക് നിങ്ങളെ ഉയർത്താനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യയാണെന്ന് പറയണം. ശിഷ്യയാണെങ്കിൽ അശ്വതി കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്.
ഇവളെ 3 കൊല്ലം ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലേ, ഇൻ്റർവ്യൂവിന് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തൊക്കെ ഇവനോട് ചോദിച്ചു, ഇവക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ പറ്റണ പോലെയൊക്കെ അത് എന്തൊക്കെ പറഞ്ഞ്, അപ്പം അതെല്ലാം പൊട്ടത്തിനാണ് ഇവക്കും അറിയാം. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ, ആ ഇൻ്റർവ്യൂ മുമ്പ് ഇവളെന്ത് ചെയ്യുന്നറിയാമോ, ഇവളുള്ള കാര്യം അങ്ങോട്ട് കൈ ഉയർത്തി തൻ്റെ തോൽവി, തൻ്റെ മെറിറ്റില്ലാത്ത അവസ്ഥ അവൾ അംഗീകരിക്കും. ഇപ്പം നമ്മുടെ മെറിറ്റിലല്ല, പിന്നെ എന്താണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ നിൻ്റെ അതിനാണ് നമ്മൾ ഉപ്പിടണത്. അവൾ ആ ഇൻ്റർവ്യൂ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട്, എന്താ കാര്യം, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, എനിക്ക് ഒരു സംസാരിക്കാൻ അറിയാൻ പാടില്ല, ആകപ്പാടെ ഉള്ളത് പോകാനുള്ള ഒരു ആഗ്രഹമുള്ളൂ, കടങ്ങളുള്ളതുകൊണ്ട്, അപ്പോൾ ഇനി കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ എനിക്കുള്ളൂ, കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി, ഞാൻ എൻ്റെ യോഗ്യതയിലെല്ലാം ആശ്രയിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്.